ആദ്യമായിട്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറ്റിയതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് സരിത, എൻ്റെ ഭർത്താവ് ശൈലേഷ്, മകൾ സരിത, മകൾ ഐശ്വര്യ, മോഹൻ അഭിഷേക്, എൻ്റെ സഹോദരൻ സജീവ്. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാനൊരു കടയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ചേച്ചി മുഖേനയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. ചേച്ചി ഓരോ സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും ഇട്ട് തന്ന് അങ്ങനെ കൃപാസനത്തിനെ കുറിച്ച് എനിക്ക് ആ ചേച്ചിയിലൂടെയാണ് അറിയാൻ പറ്റിയത്. ഞാൻ ഇവിടെ വന്ന് ഓഗസ്റ്റ് 23, 2024 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ സാക്ഷ്യം എൻ്റെ മകളുടെയാണ്. എൻ്റെ മകൾ ഐശ്വര്യ +2 പഠിക്കുന്ന സമയത്ത് ഇച്ചിരി ഉഴപ്പിലായിരുന്നു ആൾ. മര്യാദയ്ക്ക് പഠിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവളുടെ ഈ പഠിത്തത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് നമുക്ക് 1-2 സ്കൂളുകളൊക്കെ മാറ്റേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്ട്രീം വേറൊരു സ്കൂളിലേക്ക് മാറുമ്പോൾ സ്ട്രീം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആനുവൽ എക്സാം സമയത്ത് സാധാരണ എല്ലാ പിള്ളേരും പരീക്ഷ എഴുതുന്നതിൻ്റെ ഒപ്പം അവൾക്ക് എഴുതാൻ പറ്റത്തില്ല. സ്ട്രീം ചേഞ്ച് ആയതുകൊണ്ട് പരീക്ഷ എഴുതും പോലെ അവൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലായി. എന്താ വെച്ചാൽ റിസൾട്ട് വരുമ്പോൾ മകൾ എല്ലാവരും +2 റിസൾട്ട് വരുമ്പോൾ മകൾ ഫെയിലായി എന്നുള്ളതല്ലേ ദൈവമേ ഞങ്ങൾക്ക് പറയേണ്ട ഒരു അവസരം വരുന്നതെന്ന് ഓർത്ത്. പക്ഷേ ദൈവമാതാവിൻ്റെ കൃപ കൊണ്ട് പരീക്ഷ പബ്ലിക് എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ ഇവൾക്ക് മെയിൽ വന്നു സ്കൂളിലോട്ട്, ഐശ്വര്യയ്ക്ക് പരീക്ഷ എഴുതാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാ പിള്ളേരുടെ ഒപ്പം മോൾക്ക് സ്ട്രീം ചേഞ്ച് ആയാലും പരീക്ഷ എഴുതാനുള്ള ഒരു അനുഗ്രഹം അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചു. പിന്നെ രണ്ടാമതായിട്ട് മോളുടെ തന്നെയാണ്. അവളുടെ റിസൾട്ട് പരീക്ഷയുടെ ദിവസം ആൾ ഇവിടുന്ന് അച്ഛൻ്റെ ധ്യാനത്തിൽ പറയുന്നുണ്ടായിരുന്നു, റിസൾട്ട് മാതാവിൻ്റെ കൃപ കൊണ്ട് റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു മാർക്കോട് കൂടി പാസ്സാവാനുള്ള അനുഗ്രഹം മാതാവ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അന്നത്തെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ രാവിലത്തെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 7:45 സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ മഴവില്ല് പ്രത്യക്ഷപ്പെട്ടു. അവൾക്ക് 79% കൂടി ആൾ CBSE പാസ്സായി. പിന്നെ പരീക്ഷ എഴുതാൻ പ്രിൻസിപ്പൾ പറഞ്ഞത് പ്രിൻസിപ്പളിൻ്റെ റിസ്കോട് കൂടിയിട്ട് അവളിനെ പരീക്ഷ എഴുതിക്കാം, കുട്ടി ഫെയിലായാലും ആ റിസ്ക് പ്രിൻസിപ്പൾ അണ്ടർടേക്ക് ചെയ്യാമെന്നുള്ള ഒരു നിബന്ധന മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടാണ് എൻ്റെ മോളിനെ പരീക്ഷ എഴുതിച്ചത്. പക്ഷേ ദൈവമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് 79% വാങ്ങിയിട്ട് എൻ്റെ മോള് CBSEയിൽ ഉന്നത വിജയം നേടി. പിന്നെ അതിന് മുന്നേ അവളെ ഒരു പ്രാക്ടിക്കൽ എക്സാം എഴുതിയിരുന്നു. പ്രാക്ടിക്കൽ എക്സാം എഴുതി പരീക്ഷ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ മോൾ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് മോൾക്ക് ഉള്ളിൽ ആരോ പറയുന്നതായി തോന്നിച്ചു, 2 ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ടല്ലോ, ഒന്നും കൂടി റീചെക്ക് ചെയ്യുന്നു. അപ്പോൾ അവൾ അങ്ങനെ റീചെക്ക് ചെയ്തപ്പോൾ 2 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവൾക്കത് എഴുതാനുള്ള ഒരു ഓർമ്മിപ്പിച്ച് അമ്മ മാതാവ് അവളെ അനുഗ്രഹിച്ചു. പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ ജോലിക്കാരിയാണ്. ഞാൻ ഒരു തുണിക്കടയിലാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടായ കാരണം കൊണ്ട് കിട്ടിയ ജോലിക്ക് പോവാം എന്നുള്ളതിൽ ഞാൻ ജോലിക്ക് പോയത് തുണിക്കടയിലായിരുന്നു ആദ്യം. ആ ചേച്ചിയാണ് എനിക്ക് കൃപാസനത്തിനെ പരിചയപ്പെടുത്തി തന്നതും. അവിടുന്ന് രാവിലെ ഒരു 10 മണിക്ക് പോയ രാത്രി 8:30 വരെ ഞാൻ നിൽക്കണമായിരുന്നു തുണിക്കടയിൽ. അപ്പോൾ ഞാൻ നിയോഗമായിട്ടൊന്നും വെച്ചില്ല. ഞാൻ അമ്മ മാതാവിനോട് മനസ്സിൽ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ എനിക്ക് 8:30 എന്ന് പറയുമ്പോൾ എനിക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നോക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. എനിക്ക് ഇച്ചിരി നേരത്തെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്താനുള്ളൊരു ജോലി എനിക്ക് തരപ്പെടുത്തി തരണമെന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു. അവിടുന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് മുഖേന നല്ലൊരു ജോലി അക്കൗണ്ടൻ്റായിട്ട് എനിക്ക് കയറാൻ പറ്റി. എനിക്ക് ടൈം 10 to 5 ആയിരുന്നു. അത് കാരണം കൊണ്ട് എനിക്ക് വീട്ടിൽ വന്ന് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും എനിക്ക് പറ്റി. പിന്നെ അതേപോലെ നല്ല സാലറിയോട് കൂടിയിട്ട് എനിക്ക് അവിടെ കയറാൻ പറ്റി. പിന്നെ 1 ഇയർ ആവുന്നതിന് മുൻപേ തന്നെ എനിക്ക് ഇൻക്രിമെൻറ്റ് 5% ഇൻക്രിമെൻറ്റ് തന്ന് തന്നെ മാതാവ് അനുഗ്രഹിച്ചു. നല്ലൊരു സാലറിയിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് എൻ്റെ സഹോദരൻ്റെ കാര്യമാണ്. സജീവ്, ആൾ 27 വർഷമായിട്ട് നല്ല മദ്യപാനമായിരുന്നു. കുടുംബത്തിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആളുടെ മദ്യപാനം കാരണം കൊണ്ട്. ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ എന്തിനു പോയി കഴിഞ്ഞാലും എന്താ പറയുക, ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായിരുന്നു. എന്താ വെച്ചാൽ മദ്യപിച്ചിട്ടാണ് ഇവൻ ആ ഫംഗ്ഷന് വരിക. അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാനും ഏട്ടന് ഇതേപോലെ പ്രാർത്ഥനകളും ഉടമ്പടിയൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ അവൻ പറഞ്ഞു ചില സമയത്ത് ഞാനും മാതാവിനെ ഈ പള്ളി സ്വപ്നം കാണാറുണ്ടെന്ന് പറഞ്ഞു.
അങ്ങനെ അവൻ വന്നിട്ട് ഉടമ്പടി എടുത്തു. ജൂലൈ 30 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2025 ജൂലൈ 30. അന്ന് മുതൽ ആൾ മദ്യപിച്ചിട്ടില്ല, മദ്യപാനം നിർത്തി. പിന്നെ ഉള്ളത് KSFE ഒരു ചിട്ടി വിളിക്കാൻ ഞാൻ പോയതായിരുന്നു. അങ്ങനെ ചിട്ടി വിളിക്കാൻ പോയിട്ട് അവിടെ നമ്മൾ ആധാരം വെച്ചിട്ടായിരുന്നു ചിട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആധാരം വെച്ചാൽ പോലും ബാക്കി ഒരു 80,000 രൂപയുടെ എന്തെങ്കിലും ഒരു ഈട് നമ്മൾ അവിടെ കൊടുത്താൽ മാത്രമേ ആ ഫുൾ എമൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ എന്ന് അവർ പറഞ്ഞു. പക്ഷേ അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവ് എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് ഈ തുക കിട്ടും വേണം, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത KSFE മാനേജർ ആൾ പറഞ്ഞു, എൻ്റെ വേവിൽ ഞാൻ 50,000 രൂപ വേവ് ചെയ്ത് തന്നോളാമെന്ന് പറഞ്ഞ് 50,000 രൂപയും കൂടി എനിക്ക് തന്നു. ബാക്കി 30,000 രൂപ ചിട്ടിയുടെ എമൗണ്ടായിട്ട് അവരവിടെ 3 മാസത്തെ ചിട്ടിയുടെ എമൗണ്ടായിട്ട് അവരവിടെ പിടിക്കുക ചെയ്തത്. അങ്ങനെ ഒരു കൃപ കൂടി എനിക്ക് ദൈവമാതാവ് തന്ന് അനുഗ്രഹിച്ചു. പിന്നെ അതേപോലെ അച്ഛൻ ഇവിടെ ഒരു ധ്യാനത്തിൽ പറഞ്ഞിരുന്നു, 40 ദിവസത്തിൻ്റെ ഉള്ളിൽ ചിലവരുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തീരുമാനമാവുമെന്ന് പറഞ്ഞിരുന്നു. കുറച്ച് മുന്നേ ഉള്ള ധ്യാനത്തിലാണ് പറഞ്ഞിരുന്നത്. ആ 40ാമത്തെ ദിവസം തന്നെ, അത് സെപ്റ്റംബർ 24 എൻ്റെ ഓർമ്മ, സെപ്റ്റംബർ 24 തന്നെ എൻ്റെ മക്കളുടെ ഫീസ് അടയ്ക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യണം അവിടുത്തെ മേഡത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ജോലി ചെയ്യുന്നോടന്ന് എണീറ്റിട്ട് എനിക്ക് പോയിട്ട് മേഡത്തിനോട് ഇതൊന്ന് പറയുമെന്ന് തോന്നി, എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. അപ്പം ഞാൻ പോയി പറഞ്ഞപ്പോൾ മേഡം പറഞ്ഞു, ഇപ്പോൾ എത്ര രൂപയാണ് വേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു 50,000 രൂപ വേണം പറഞ്ഞു. അപ്പോൾ ഓൺ ദി സ്പോട്ടിൽ മേഡം എനിക്ക് 50,000 രൂപ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ അതേപോലെ തന്നെ വീണ്ടും 10-25 ലക്ഷം രൂപ കടബാധ്യതയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഒത്തിരി പലിശയുടെ കടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ തന്നെ മേഡം പറഞ്ഞു, എന്നാൽ ആധാരം വല്ലതും കയ്യിലുണ്ടെങ്കിൽ കൊടുന്നു കഴിഞ്ഞാൽ നമുക്ക് ലോണ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആധാരം കൊടുന്നു വെച്ചു. 7.5 ലക്ഷം രൂപ എനിക്ക് ലോൺ അവിടുന്ന് തന്ന് അനുഗ്രഹിച്ചു. 1 രൂപ പോലും ഇൻട്രസ്റ്റ് കൊടുക്കാതെ മാസം എനിക്ക് പറ്റാവുന്ന തുക എത്രയാണോ സരിതയ്ക്ക് അടയ്ക്കാൻ പറ്റുന്നത് അത്രയും തുക മാസം അടച്ചിട്ട് മെല്ലെ വീട്ടിയാൽ മതി, 1 രൂപ പോലും ഇൻട്രസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു. അതിനും എന്നെ മാതാവ് അനുഗ്രഹിച്ചു. ഇത്രയൊക്കെയാണ് എൻ്റെ അനുഗ്രഹങ്ങൾ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രപ്രവർത്തനം ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രാർത്ഥനകൾ ഞാൻ സ്റ്റാറ്റസ് ഇടും, പിന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട് പേഴ്സണലായിട്ട്. പിന്നെ നമ്മൾ ചോറ് പൊതി മേടിച്ചിട്ട് കൊടുക്കുവാറുണ്ട്. പിന്നെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ സഹായങ്ങൾ ചോദിച്ചു വരുന്നവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ ചിലവരൊക്കെ ഈ മദ്യപിച്ചിട്ടും ഇവരൊക്കെ വന്നിട്ട് 10 രൂപ തരുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഞാൻ കൊടുക്കാറില്ല. അവരുടെ അടുത്ത് ഫുഡോ അങ്ങനെ എന്താ വേണ്ടിച്ച് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൺലൈനിലൂടെ കുറേ പേര് സഹായഹസ്തങ്ങൾ ചെയ്യുമ്പോൾ എന്നെ കൊണ്ടാവുന്ന തുക ഞാൻ അവർക്ക് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ആത്മീയ ജീവിതം ബൈബിള് വായിക്കാറുണ്ട്, പ്രാർത്ഥനകൾ മുടങ്ങാതെ എത്തിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം പോലും ഞാൻ കൂടുതലും കേൾക്കുന്നത്, ഞാൻ ഓഫീസിൽ വർക്കിംഗ് ആയ കാരണം കൊണ്ട് എനിക്ക് അവിടെ പ്രാർത്ഥനകളൊന്നും ഉറക്കം വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട്, പക്ഷേ ഞാൻ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളാണ് ഞാൻ കൂടുതലും ഓഫീസിലിരുന്നിട്ട് അങ്ങനെ കേൾക്കാറുണ്ട്. അങ്ങനെ ആത്മീയമായിട്ട് പിന്നെ അതേപോലെ നിൽക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലെപ്പോഴും സ്വർഗസ്നായി നന്മ നിറഞ്ഞ വിശ്വാസ പ്രമാണം ഇതെല്ലാം ഞാൻ ചെല്ലാറുണ്ട്. അങ്ങനെ ആത്മീയമായിട്ടും ഒരുപാട് എനിക്ക് വളരാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയും കൃപ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. ഇനിയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറ്റുവാനുള്ള അനുഗ്രഹം എനിക്ക് തരണേ എന്ന് അമ്മയോട് വിശ്വനാഥനോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 9-ാം തിരുവചനമാണ് നാം കേട്ടത്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് മുൻപിൽ തുറന്നു പറയുമ്പോൾ ദൈവം നമ്മെ നയിക്കുന്ന വഴികൾ തിരിച്ചറിയാനും കൈവിടാതെ നിരാശപ്പെടാതെ പ്രാർത്ഥിക്കാനുമാണ് ഈശോയും അമ്മയും നമ്മെ വിളിക്കുന്നത്. വൈകിയാലും ദൈവം നമുക്ക് മറുപടി നൽകുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. ഇവിടെ വരുന്ന ഓരോരുത്തരും കണ്ണീരിൽ നിരാശയിൽ അന്വേഷിക്കുന്നു, കൈവിടാതെ മുട്ടുന്നവരാണ് നമ്മളിൽ പലരും. ഉത്തരമില്ലെന്ന് തോന്നുന്ന നിമിഷത്തിലും പ്രാർത്ഥന നിർത്താതെ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുന്നതാണ്
ഉടമ്പടി ജീവിതത്തിൽ ഓരോ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഉടമ്പടി മക്കൾ, ദൈവമക്കൾ, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കണ്ണുനീരോടെ വന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈശോയും അമ്മയും കേൾക്കാതിരുന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് സരിത എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മകൾ ബോർഡ് എക്സാമിന് പോയപ്പോൾ പരീക്ഷ എഴുതാനായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് മുൻപ് ഒരു മുട്ടിപ്പോടെ പ്രാർത്ഥിച്ചു. പിന്നീടാണ് മെയിൽ വന്നത് പരീക്ഷ എഴുതാമെന്ന്. 51 പേര് പ്രാക്ടിക്കൽ എക്സാമിന് എഴുതാനുണ്ടായിരുന്ന എക്സാമിൽ ഈ മോൾക്ക് പിന്നെയും ഒരു തടസ്സമായിരുന്നു. വീണ്ടും അവരുടെ തന്നെ സ്കൂളിൻ്റെ തന്നെ കോളേജിൻ്റെ തന്നെ റിസ്കിൽ ഈ മകളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയായിരുന്നു. ഈശോയോടും അമ്മയോടും മുട്ടിപ്പോടെ പ്രാർത്ഥിച്ച ഈ അമ്മയുടെ പ്രാർത്ഥന ഈശോയും അമ്മയും കേൾക്കാതിരുന്നില്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഈ മകൾക്ക് 79% മാർക്ക് ലഭിച്ചത്. നമുക്ക് പലപ്പോഴും അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് മുട്ടിപ്പോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും അങ്ങ് ഏറ്റെടുക്കുന്നത്. പിന്നീട് ഈ മകൾ വെച്ചത് ജോലിയുടെ ഒരു കാര്യമായിരുന്നു. ഒരു ജോലി ഉണ്ടായിരുന്നു. ഉടമ്പടി വന്ന ശേഷമാണ് ഒരു നല്ലൊരു അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടുകയും പിന്നെ സാലറിയുടെ ഒരു ഇൻക്രിമെൻറ്റ് എത്രയും പെട്ടെന്ന് ഈ മകൾക്ക് കിട്ടുകയും ചെയ്തത്. ഉടമ്പടി എടുത്ത ഉടനടി സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. നമ്മുടെ ഓരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇവിടെ വന്ന് നിരാശയോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെല്ലാം ഈശോയോട് പറയുകയാണ്. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നില്ല, അവർക്ക് രോഗമാണ്. കാനായിലെ കല്യാണത്തിന് വീഞ്ഞില്ലെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇന്നും പരിശുദ്ധ അമ്മ നമ്മൾ കണ്ണീരോടെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈശോയിലേക്ക് കൊണ്ടു ചെല്ലുന്നത്. അങ്ങനെയാണ് ഈ മകൾക്ക് ജോലിയുടെ കാര്യവും എല്ലാം ഭംഗിയായിട്ട് തന്നെ നടത്തി കൊടുത്തു. പിന്നീടാണ് 42ാമത്തെ ദിവസം അച്ഛൻ്റെ ഒരു ടോക്കിൽ പറഞ്ഞു, 42 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടാകിടക്കുന്ന ഒരു കാര്യം സാധിക്കുമെന്ന്. ഉടമ്പടി ടോക്ക് കേൾക്കുമ്പോഴും സെഷൻ കേൾക്കുമ്പോഴും ധ്യാനം കേൾക്കുമ്പോഴും എല്ലാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് നമ്മളോട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിശ്വാസമാണ് ഈ മകൾക്കുണ്ടായിരുന്നത്. ആ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് 42ാമത്തെ ദിവസം ഈ മകൾക്ക് ഫീസ് കൊടുക്കേണ്ട ദിവസമായിരുന്നു. അന്ന് തന്നെ ഫീസിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഈശോയും അമ്മയും ചെയ്തു കൊടുത്തു. പെട്ടെന്ന് തന്നെ ചിട്ടിയും വീണു. ഇതെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കാണുന്ന വലിയ വലിയ അത്ഭുതങ്ങളാണ്, ഈശോയുടെയും അമ്മയുടെയും ഇടപെടലുകളാണ്. പിന്നീടുള്ളൊരു വലിയ സാക്ഷ്യം, 27 വർഷം കഴിഞ്ഞിട്ട് ഈ മകളുടെ സഹോദരൻ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി എടുത്ത് നല്ലൊരു ആത്മീയ ജീവിതമാണ് നയിക്കുന്നത്. മദ്യപാനത്തിൽ നിന്നുള്ളൊരു വിടുതൽ കൊടുക്കണമെങ്കിൽ നമുക്ക് സാധ്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷെങ്കിൽ ഈശോയും അമ്മയും ഇടപെട്ടാൽ എന്താണ് സാധിക്കാത്തത്? ആ മകൻ ഇന്ന് ഈശോയുടെയും അമ്മയുടെയും ഒരു സാക്ഷിയായിട്ടാണ് ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഈ സഹോദരിയോടൊപ്പം നിൽക്കുന്നത്. നമ്മുടെ ഓരോ പ്രാർത്ഥനയും നമ്മൾക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ അയൽപക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ഈശോയും അമ്മയുമാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഓരോ കാര്യങ്ങളും ഈശോയുടെ അമ്മയിൽ നിയോഗമായിട്ട് സമർപ്പിക്കുമ്പോൾ നമ്മൾക്കും വിശ്വസിക്കാം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന് നമുക്കും വിശ്വസിക്കാം. നമ്മുടെ ജീവിതവും ഈശോവും അമ്മയും പൂർണ്ണമായി സമർപ്പിച്ച് ഉടമ്പടി ജീവിതം ഭക്തിയോടെ വിശ്വാസത്തോടെ ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ പിടിച്ച് നമുക്ക് മുന്നോട്ട് നയിക്കാം. സരിതയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.